ഹലോ ഗായ്സ്, നമ്മളിന്ന് ഇവയുടെ കാത് കുത്താനായിട്ട് പോവുകയാണ്. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ സമയം മുതലേ എനിക്കൊന്ന് കാത് കുത്തി കാണാനായിട്ട് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചേട്ടന് 1 വയസ്സ് കഴിഞ്ഞ് മതി എന്നായിരുന്നു വലിയ നിർബന്ധം. പിന്നെ ഞാൻ പറയണ പോലെ കേൾക്കണമല്ലോ, അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നു. കമ്മലൊക്കെ നേരത്തെ കൂട്ടി ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടന് 1 വയസ്സ് എന്നുള്ളൊരു ബോർഡർ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വെച്ച് താമസിച്ച്. ഇപ്പം എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ 1 വയസ്സാവാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പാർവതി ഹോസ്പിറ്റലിലോട്ടാണ് കാത് കുത്താൻ പോയത്. പിന്നെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നത് അവൾക്ക് പെയിൻ ഇല്ലാതിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഭയങ്കര റേറ്റ് കൂടുതലൊക്കെയാണ് മിക്കരും പറഞ്ഞത്. അപ്പോൾ ചിലയിടത്ത് അന്വേഷിക്കുമ്പോൾ റേറ്റ് കുറവാണ്, എന്നാലും അവരവിടെ ഗൺ ഷൂട്ടാണ് ചെയ്യണം. അപ്പോൾ എനിക്ക് അതിനോടും താല്പര്യമില്ലാത്ത കാരണം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു നീണ്ട പരിശ്രമത്തിന് ശേഷം നമ്മളൊടുവിൽ പാർവതി ഹോസ്പിറ്റൽ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടും ബഡ്ജറ്റും നമ്മൾ ഉദ്ദേശിച്ച പോലെ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് പോയി ഒരു ഓയിൽമെൻറ്റ് തേച്ചു. അതിന് ശേഷം 1 hour വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് പറയും. അപ്പോൾ ആ 1 hour വെയിറ്റ് ചെയ്തിരിക്കണേന്ന് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണേ. അയ്യോ, സമയം തീരെ പോണില്ലായിരുന്നു. ഒത്തിരി നേരം കഴിഞ്ഞ് നോക്കുമ്പോഴും ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ആയിരിക്കും ഒന്ന് അനങ്ങിയിട്ടുണ്ടാവുക. എനിക്കിനി ഇത് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാനും. ഞങ്ങൾ വിഷുവിൻ്റെ അന്നാണ് കാത് കുത്താനായിട്ട് പോയത്. ഇതിൻ്റെ തലേ ദിവസം നമ്മൾ അമ്പലത്തിലൊരു ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു, ബലരാമപുരത്ത്. അങ്ങനെ അമ്പലത്തിൽ വന്ന സമയത്താണ് ഞങ്ങൾ അവിടെ അന്വേഷിച്ചത്. മുന്നേ തന്നെ ആരാണ്ടോ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയായിരുന്നു പാർവതി ഹോസ്പിറ്റലിൽ ഇങ്ങനെ പെയിൻ ഇല്ലാണ്ട് കാത് കുത്തും എന്നൊക്കെ. അപ്പോൾ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ തലേ ദിവസം പോയി. അപ്പോൾ നെക്സ്റ്റ് ഡേ വിഷു ആണ്. അപ്പോൾ അന്ന് എന്തായാലും കുത്താമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കാത് കുത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഇവക്കുട്ടിക്ക് ഈ ഒരു സാധനം കണ്ണിലുടക്കി. പിന്നെ അതിൻ്റെ പുറത്ത് കയറണം, തനിയെ കയറാൻ പഠിച്ചു, തനിയെ ഇറങ്ങാൻ പഠിച്ചു. അവിടെ നിന്ന് ആ 1 മണിക്കൂർ കൊണ്ട് ഇവക്കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചെന്നറിയാമോ? സ്ലൈഡിങ്ങിൻ്റെതുണ്ടായിട്ട് അവൾക്ക് അതൊന്നും വേണ്ടായിരുന്നു. അത് 3 സൈസിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരെണ്ണത്തിൽ പിടിച്ചിരുത്തി നോക്കിയപ്പോൾ അവൾക്ക് അതിലിരിക്കുകയേ വേണ്ട, അവൾക്ക് ഇത് തന്നെ മതി എന്നും പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ ഉരുണ്ട് വീഴണമെങ്കിൽ വീഴട്ടെന്നും പറഞ്ഞ് ഇരുത്തിയിരുന്നു. കണ്ട തനിയെ അതിൽ നിന്ന് ഇറങ്ങിയത് ഒറ്റ ദിവസം 1/2 മണിക്കൂർ എങ്ങാണ്ട് കൊണ്ട് അവൾ അത് പഠിച്ച് അതിൽ നിന്ന് ഇറങ്ങാനും കൂടി. അങ്ങനെ 1 മണിക്കൂർ അടുപ്പിച്ചെത്തിയപ്പോൾ എനിക്ക് പെന്ന് തന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞു. മാർക്കൊക്കെ ചെയ്തതിന് ശേഷം ഇതാന്ന് പറഞ്ഞ് ഇവനെ കൊണ്ടുപോയി ഇതാന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടുവന്നു. അപ്പോൾ പോയി ഒരു 2 മിനിറ്റ് എങ്ങനെ എടുത്ത് കാണേ ഉള്ളൂ, അത്രയും എടുത്ത് കാണൂല. അതിനകത്ത് തന്നെ കാത് കുത്തി ഇവനെ തിരിച്ചിങ്ങ് കൊണ്ടു തന്നു. അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞില്ല, ഇവന് കാത് കുത്താൻ കൊണ്ടുപോകുമ്പോൾ പാരൻസിനകത്ത് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അതാണ് അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ കാത് കുത്തിയതിന് ശേഷം വന്നിട്ട് ബട്ടർ ബന്ന് കഴിക്കുന്ന മുഖമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് പെയിനൊന്നുമില്ല, അവളെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് അവൾ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇനി അടുത്തെങ്ങാനും കാത് കുത്താനായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ ഹോസ്പിറ്റലിൽ തന്നെ വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി എന്തായാലും ഇതുപോലത്തെ ഫെസിലിറ്റീസ് ഉള്ള ഒത്തിരി ഹോസ്പിറ്റൽസ് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അപ്പോൾ ഡീപ്പായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇതിന് ശേഷം ഇപ്പോൾ വിഷു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. ഇത്രയും ദിവസമായിട്ടും നമുക്ക് ഇതുവരെയ്ക്കും വലിയ പെയിനോ ഇൻഫെക്ഷനോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമുക്ക് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഓയിൽമെൻറ്റ്. അത് എന്നും ഒരു 3 നേരം ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ ആൾ സെറ്റാണ്. ഇതുവരേക്കും പെയിനൊന്നും കാണിച്ചിട്ടില്ല. കൈയൊക്കെ തട്ടിയാലും മിണ്ടാതൊക്കെ തന്നെയാണ് ഇരിക്കണേ. അപ്പോൾ എന്തായാലും ഇതാണ് ഇവക്കുട്ടിയുടെ കാത് കുത്തുന്ന വ്ളോഗ്. എനിവേ, പാർവതി ഹോസ്പിറ്റലിലാണ് പോകണമെങ്കിൽ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോ, പാരൻസിനെ ഉള്ളിൽ കയറ്റത്തില്ല. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കയറ്റത്തില്ല തന്നെയാണ്.